നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠാദിനം. ഓ ദൈവമേ, അങ്ങയുടെ സ്നേഹനിർഭരമായ പരിപാലനയിൽ അവിടുത്തെ ഏറ്റവും പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി അനുഗ്രഹീതനായ ഔസേപ്പിതാവിനെ തിരഞ്ഞെടുക്കുകയുണ്ടായല്ലോ. ഞങ്ങളുടെ സംരക്ഷകനായി ഈ ഭൂമിയിൽ വണങ്ങുന്ന അദ്ദേഹത്തെ സ്വർഗത്തിലും ഞങ്ങൾക്ക് മധ്യസ്ഥനായിട്ടുണ്ടായിരിക്കുവാൻ കൃപ നൽകണമേ. ഇന്നും എന്നും ജീവിച്ചു വാഴുന്ന കർത്താവേ, ആമേൻ. നാം വിജയിച്ചു. ഇന്നേ ദിവസം നാം നമ്മളെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിനെ പ്രതിഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ഒരു സമഗ്രമായ പ്രതിഷ്ഠാദി കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് ദൈർഘ്യമേറിയതാണ്. അദ്ദേഹത്തോടുള്ള പ്രതിഷ്ഠ പുരോഗമിക്കാനുള്ള രഹസ്യ ആയുധങ്ങൾ രൂപപ്പെടാൻ നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തപ്പെട്ടു. ആത്മീയ ജീവിതത്തിൽ അത്ഭുതാവഹമായ അനുഗ്രഹങ്ങളുടെ സ്വീകർത്താവാകാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠയിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടു. നാം എത്രയധികം അനുഗ്രഹീതരാണെന്ന് നമുക്കറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠ അതിൻ്റെ സമഗ്രമായ ഒരുക്ക പദ്ധതികളുടെ കൂടിയായിരുന്നെങ്കിൽ വിശുദ്ധർ ആനന്ദിക്കുമായിരുന്നു. അവരിലുള്ള വിശുദ്ധമായ ജന്മവാസനയിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മഹത്വവും അത്ഭുതങ്ങളും അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പുത്രസഹജമായ വാത്സല്യത്തോടെ ഓരോരുത്തരും താന്താങ്ങളുടെ രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കാനും ആദരിക്കാനും ആഗ്രഹിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ഭക്തിയുടെ അത്ഭുതാവഹമായ യുഗത്തിൽ ജീവിക്കാൻ സഭയുടെ ചരിത്രത്തിൽ ഒന്നാമതായി നാം എണ്ണപ്പെട്ടു. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ യുഗം. വിശുദ്ധ ഔസേപ്പിതാവ് കൂടുതലായി അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും പരിശുദ്ധ ത്രിത്വം ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തിൻ്റെ പുണ്യങ്ങളും വിശുദ്ധിയും അനുകരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങളും വിശുദ്ധിയും കൊണ്ട് നിറയ്ക്കും. അദ്ദേഹത്തിൻ്റെ പൈതൃകമായ വസ്ത്രം കൊണ്ട് നാം പൊതിയപ്പെടുമ്പോൾ നാം ആത്മീയ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. എൻ്റെ സുഹൃത്തെ, ഒന്നിനെയും ഭയപ്പെടരുത്. നമ്മുടെ ആത്മീയ പിതാവ് ഈശോയുടെ അപ്പനാണ്, ദൈവമാതാവിൻ്റെ ഭർത്താവാണ്, പിശാചുക്കളുടെ പരിഭ്രമമാണ്. പ്രഭാഷകൻ 3-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. നാം അവശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ വിശുദ്ധ ഔസേപ്പിതാവിനെ സ്നേഹിക്കുക, ആശ്രയിക്കുക, വണങ്ങുക. സമ്പത്തിലും ദാരിദ്ര്യത്തിലും അനുകൂല സമയത്തും പ്രതികൂല സമയത്തും അദ്ദേഹത്തിൻ്റെ പക്കലണയുക. അദ്ദേഹം നമ്മുടെ സംരക്ഷകനും ബലവുമായിരിക്കും. നമ്മുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടില്ല. നാം ക്ഷീണിതരാകുമ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പക്കൽ പോവുക. നാം ആകാംക്ഷാഭരിതരാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കൽ പോവുക. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, കരയുമ്പോൾ, പ്രലോഭിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് ഓടിയണയുക. അദ്ദേഹം നമ്മിൽ നിന്ന് ഒട്ടും വിദൂരത്തല്ല. നമ്മുടെ ആത്മീയ പിതാവ് നമ്മെ സംരക്ഷിക്കാനായി നമ്മുടെ അടുക്കിലേക്ക് ഓടി വരും. ഈ ഒരുക്ക ദിവസങ്ങളിൽ നാം പഠിച്ചതൊരിക്കലും മറക്കരുത്. നമ്മുടെ പ്രതിഷ്ഠ പലപ്പോഴായി നവീകരിക്കുക. നമ്മുടെ ആത്മീയ പിതാവിൻ്റെ സ്നേഹമുള്ള ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ പരിശ്രമിക്കുക. പാപത്തെ ഒഴിവാക്കി സഭയുടെ വിശ്വസ്ത സന്താനമായി ജീവിക്കുക. അപമാനങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ ദൃഷ്ടികൾ ഈശോയിലും മറിയത്തിലും വിശുദ്ധ ഔസേപ്പിതാവിലും പ്രതിഷ്ഠിക്കുക. അവർ നമ്മെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല, നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കാൻ നമ്മുടെ കൂടെയുണ്ടാകും. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ മഹത്വവാനായ ശ്രേഷ്ഠ പിതാവും തിരുസഭയുടെ സംരക്ഷകനുമായവനെ, കന്യകയായ ദൈവമാതാവിൻ്റെ ചാരിത്രശുദ്ധിയുള്ള ഭർത്താവേ, അവതരിച്ച വചനത്തിൻ്റെ സംരക്ഷകനും ചാരിത്രശുദ്ധിയുമുള്ള പിതാവേ, ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിൽ അങ്ങേ ഞാൻ എൻ്റെ പിതാവും സംരക്ഷകനും വഴികാട്ടിയുമായി തിരഞ്ഞെടുക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ ശിരസായി ദൈവം തിരഞ്ഞെടുത്ത മഹത്വവാനായ വിശുദ്ധ ഔസേപ്പിതാവേ, ഞാൻ അയോഗ്യനാണെങ്കിലും അങ്ങയുടെ വിശുദ്ധ ഭവനത്തിലെ ഒരു അംഗമായി എന്നെ സ്വീകരിക്കണമേ. അമലോത്ഭവയായ അങ്ങേ മണവാട്ടിക്ക് എന്നെ സമർപ്പിക്കണമേ. എന്നെ അവളുടെ ശിശുവായി ദത്തെടുക്കാൻ അവളോട് ആവശ്യപ്പെട്ടാലും ഞാൻ ഈശോയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുവാനും എൻ്റെ ജീവിതാന്ത്യം വരെ
അവിടുത്തെ വിശ്വസ്തയോടെ ശുശ്രൂഷിക്കാനുമായി അവളോടൊപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓ പിശാചുക്കളുടെ ഭീതി കാരണമേ, പുണ്യങ്ങൾ എന്നിൽ വർദ്ധിപ്പിക്കുകയും ദുഷ്ടനിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ദൈവത്തെ ഒരു വിധത്തിലും മുറിവേൽപ്പിക്കാതിരിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ ആത്മീയ പിതാവേ, ഞാൻ എന്നെ തന്നെ ഇപ്പോൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈശോയെയും മറിയത്തെയും വിശ്വസ്തയോടെ അനുകരിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ജീവിത ദൗത്യങ്ങളും അങ്ങയുടെ മേൽനോട്ടത്തിനും സംരക്ഷണത്തിനുമായി ഭരമേൽപ്പിക്കുന്നു. ഈശോയ്ക്കും മറിയത്തിനും നൽകിയ സമർപ്പണത്തോട് ചേർത്ത് എൻ്റെ ആത്മാവും ശരീരവും അതിൻ്റെ എല്ലാ കഴിവുകളും എൻ്റെ ആത്മീയ വളർച്ചയും എൻ്റെ കുടുംബവും എൻ്റെ ജീവിത വ്യാപാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അങ്ങേക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു. എന്നെ പരിത്യജിക്കരുതേ. തിരുക്കുടുംബത്തിലെ ശിശുവും ദാസനുമായി എന്നെ സ്വീകരിക്കണമേ. എല്ലാ നേരവും പ്രത്യേകിച്ച് എൻ്റെ മരണസമയത്തും എന്നെ കാത്തുകൊള്ളണമേ. ഈശോയുടെയും മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നെ ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങയോടൊപ്പം സദാകാലവും ഞാൻ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യട്ടെ. ആമേൻ. അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ എന്റെ രക്ഷകന്റെ അപ്പാ,